CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരിയിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ മാറ്റമില്ല. നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷാംഗങ്ങൾ. വെള്ളിയാഴ്ച ചേർന്ന യോഗത്തിലാണ് വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കിയത്. ആർക്കൊക്കെയോ വേണ്ടിയുള്ള ഈ തീരുമാനത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന് പ്രതിപക്ഷം. പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർക്ക് വിട ചൊല്ലി ആയിരങ്ങൾ. തിരൂർക്കാട് അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിനു ശേഷം സമാപന പ്രാർത്ഥനയ്ക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് SFI ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക വിദ്യാർത്ഥി വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ഏരിയയിൽ പഠിപ്പ് മുടക്ക് സമരം പൂർണ്ണം. ഏരിയയിലെ വിവിധ സ്കൂളുകളിലും ക്യാമ്പസുകളിലും സമരത്തിന്റെ ഭാഗമായി പ്രകടനങ്ങൾ നടന്നു. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ കാട്ടുപന്നി ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കച്ചനാട്ടുകര പാലോടാണ് സംഭവം. ആറാട്ടുതൊടി പൊത്തുരത്ത് വീട്ടിൽ രാമകൃഷ്ണനാണ് പരിക്കേറ്റത്. ചെർപ്പുളശ്ശേരിയിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ മാറ്റമില്ല. നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷാംഗങ്ങൾ. വെള്ളിയാഴ്ച ചേർന്ന യോഗത്തിലാണ് വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കിയത്. ആർക്കൊക്കെയോ വേണ്ടിയുള്ള ഈ തീരുമാനത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന് പ്രതിപക്ഷം. വെള്ളിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടയിലാണ് പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് നഗരത്തിലെ ട്രാഫിക് പരിഷ്കാരത്തിലെ മാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ മറുപടി വേണമെന്ന് ആവശ്യപ്പെട്ടത്. മറുപടി കിട്ടണം, ഒരു സംശയമാണ് കാര്യത്തിൽ. കാരണം ഞങ്ങൾ പലതവണ നഗരസഭയുടെ ഗേറ്റ് മുതൽ നഗരസഭാ കൗൺസിൽ വരെ ആവശ്യപ്പെട്ടിട്ടും മാന്യമായ കൃത്യമായ ഒരു മറുപടി ഈ യാത്രക്കാരുടെ പ്രശ്നത്തിൽ ചെർപ്പളശ്ശേരിയിലെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗം ജനങ്ങളും ആക്ഷേപം ഉന്നയിക്കുന്ന, നിർദ്ദേശങ്ങൾ വെക്കുന്ന, പരാതി പറയുന്ന, പ്രയാസം പറയുന്ന ഒരു കാര്യത്തിന് ഒരു തീരുമാനം എന്താണെങ്കിൽ ആ തീരുമാനം ഈ കൗൺസിലിൽ ഉണ്ടാകണം എന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിന് മറുപടിയായാണ് വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ ഭരണസമിതിയുടെ നിലപാട് വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ P മമ്മിക്കുട്ടി MLA വിളിച്ച യോഗത്തിൽ ബസ് ഉടമകളുമായും വ്യാപാരികളുമായും ചർച്ച നടത്തിയിരുന്നു. ചെറു റൂട്ടുകളിലോടുന്ന ബസ്സുകളോട് പഴയ സ്റ്റാൻഡ് പരിസരത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടെങ്കിലും മുഴുവൻ ബസ്സുകളുമല്ലാതെ തയ്യാറല്ലെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. എന്നാൽ നഗരസഭ അത്തരമൊരു പരിഷ്കാരത്തിന് ഇനി തയ്യാറല്ലെന്ന് സി ജയകൃഷ്ണൻ വ്യക്തമാക്കി. ഒന്നായിട്ട് വരുന്നതിന് ഒരു കാരണവശാലും നമ്മൾ അതിനെ അംഗീകരിക്കില്ല. കാരണം അത്ര ശ്വാസം മുട്ടിയിട്ട് ഇവിടെയുള്ള ട്രാഫിക്കിന്റെ ഗതികേട് അനുഭവിച്ചവരാ. ആ ഗതികേട് അനുഭവിച്ചപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറെ ആൾക്കാർ ജനപ്രതിനിധികളെ വോട്ടിലേക്ക് വോട്ടിയിട്ടും എങ്ങനെ അത് തീർക്കണം എന്ന് നിയമപാലകരുടെ സഹായത്തോടു കൂടി ഒരു കാര്യം ഉറപ്പാണ്, എന്ത് വന്നാലും ഒരു പോലീസുകാരൻ പോലും അവിടെ വന്ന് നിൽക്കാൻ തയ്യാറല്ല. ഒരു പറഞ്ഞ കാര്യമില്ല, ലിമിറ്റാണ് പോലീസുകാർ. നമുക്കറിയാം, തൂഫാനൊക്കെ നല്ല രീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ നല്ല അപ്പോൾ ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെയും കിട്ടും. അങ്ങനെ വരുമ്പോൾ എന്തുണ്ട്, നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിലെ ലോക്കൽ ബസ്സുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് നടപ്പാക്കാൻ പറ്റുന്ന ബസ് ഓണേഴ്സിനേക്ക് നല്ല കാര്യം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും നടപ്പാക്കാനാണ്. അല്ലാണ്ട് ഒരു മാറ്റത്തിലും ഈ ഭരണസമിതി മാറ്റമില്ല എന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു. തുടർന്നാണ് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. ഇനിയെങ്കിലും ചെർപ്പളശ്ശേരിയിലെ ജനങ്ങളുടെ ഈ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ ഈ ഭരണസമിതിക്കാവില്ലെങ്കിൽ അങ്ങനെ ആ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ കൗൺസിലിൽ ഇറങ്ങിപ്പോകും. തുടർച്ചയായിട്ട് ആദ്യം വൈസ് ചെയർമാന്റെ മറുപടി തൃപ്തികരമല്ലെന്ന് പറഞ്ഞ് BJP അംഗം P ജയനും യോഗം ബഹിഷ്കരിച്ചു. ഇതൊക്കെ തുടർച്ചയായിട്ട് ലംഘിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളുടെ ടൗണുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ മുഴുവൻ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വകാര്യത്തിൽ എവിടെയെങ്കിലൊക്കെ ചില കമ്മിറ്റികൾ കൂടി എന്നിട്ട് അവിടെ ചർച്ച
നഗരസഭാ ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച UDF അംഗങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഒരു മാറ്റത്തിനും തയ്യാറാകാത്ത രണ്ട് തട്ടിലായ ഭരണസമിതിക്കെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുമെന്നും അറിയിച്ചു. രണ്ട് പക്ഷമാണ്, കൂട്ടുത്തരവാദിത്തമില്ലാത്ത ഭരണമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ കൗൺസിലിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തീർച്ചയായും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ പ്രശ്നം പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞത് ചാനൽ റിപ്പോർട്ട് ചെയ്തതാ. എന്നാൽ ഇന്ന് അതിന് വിരുദ്ധമായി എന്താണ് വൈസ് ചെയർമാൻ പറഞ്ഞത്? ഒരു കാരണവശാലും ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തെ പരിഹരിക്കാൻ, ലഘൂകരിക്കാൻ ഒരു നടപടിയും ഈ ഭരണസമിതി എടുക്കില്ല എന്നാ ഞങ്ങൾ ആര് പറയണതാ വിശ്വസിക്കേണ്ടത്? ഞങ്ങൾ വൈസ് ചെയർമാൻ പറയുന്നത് വിശ്വസിക്കണോ? ഞങ്ങള് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? കൂട്ടുത്തരവാദിത്തമില്ലാത്ത, ഞാൻ വെറുതെയല്ല പറഞ്ഞത്, ഭരണസ്തംഭനം ഇവിടെ നടക്കുന്നതിന്റെ പ്രധാന കാരണം എന്താ? ഇവർ തമ്മിലുള്ള പോരാണ്. ഇവിടെ കൂട്ടുത്തരവാദിത്തമില്ലാതെ ഓരോരുത്തരും ഇവിടുത്തെ ചെയർമാൻമാരായി നടക്കുക. ഇത് ചെർപ്പുളശ്ശേരിയിലെ ജനങ്ങളോട്, ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളെ കൂട്ടത്തിലെ പോരവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെർപ്പുളശ്ശേരിയിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്, ട്രാഫിക് പരിഷ്കാരത്തിൽ സമൂലമായ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഭരണസമിതി ഏറ്റെടുക്കേണ്ടത്. നിങ്ങളുടെ ചക്രത്തിപ്പോരിന് കാത്തു നിൽക്കുകയല്ല ചെർപ്പുളശ്ശേരിയിലെ ജനങ്ങൾ. അവർ ദിവസവും പ്രയാസത്തിലാണ്. ആ പ്രയാസത്തിന് പരിഹാരമുണ്ടാക്കുന്ന നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ കൂട്ടുത്തരവാദിത്തമില്ലാത്ത, സ്വജനപക്ഷപാതം മാത്രമുള്ള, ആർക്കോ വേണ്ടി തീരുമാനമെടുക്കുന്ന, ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഈ ഭരണസമിതിക്കെതിരായ ജനകീയ പോരാട്ടവുമായി ഞങ്ങൾ UDF മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കരാറുകാരൻ തുക കെട്ടിവെക്കാത്തതിനെ തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് നേരത്തെ അംഗീകരിച്ച ലേലം അസാധുവാക്കാനും പുതിയ ലേല തീയതി നിശ്ചയിക്കാനും യോഗം തീരുമാനിച്ചു. പുതിയ ഒരു ലേല നടപടിയിലേക്ക് തുടങ്ങി. അത് എങ്ങനെയാണ് നമ്മൾ മുൻപത്തേതുപോലെ ഓപ്പൺ ലേലത്തിലേക്ക് കടക്കണോ, അതല്ലെങ്കിൽ സീൽഡ് ടെൻഡറാക്കി ക്ഷണിച്ചുകൊണ്ടാൽ നടപടിയിലേക്ക് നടക്കണോ എന്നുള്ളത് അതിന് നിയമപരമായുള്ള കാര്യങ്ങൾ സെക്രട്ടറി വിശദീകരിച്ച് എത്രയും പെട്ടെന്ന് ഒരു തീയതി കണ്ട് നമ്മൾ ആ ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന നമ്മുടെ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിന്റെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് ആവശ്യമായുള്ള നടപടികൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. CCN ചെർപ്പുളശ്ശേരി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് SFI ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക വിദ്യാർത്ഥി വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ഏരിയയിൽ പഠിപ്പ് മുടക്ക് സമരം പൂർണ്ണം. ഏരിയയിലെ വിവിധ സ്കൂളുകളിലും ക്യാമ്പസുകളിലും സമരത്തിന്റെ ഭാഗമായി പ്രകടനങ്ങൾ നടന്നു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പുലാമന്തോൾ GHSS, മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂൾ, PTM ഗവൺമെന്റ് കോളേജ്, SNDP കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്ന കേന്ദ്ര സമീപനം അവസാനിപ്പിക്കുക, നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പഠിപ്പ് മുടക്കിനു ശേഷം പെരിന്തൽമണ്ണ ടൗണിൽ SFI നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ റാലിയും പ്രകടനവും നടന്നു. ടൗണിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ SFI സംസ്ഥാന കമ്മിറ്റി അംഗം T. ഗോകുൽ സമരം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് സിനാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഏരിയ സെക്രട്ടറി യദുകൃഷ്ണൻ സ്വാഗതവും യൂണിറ്റ് പ്രസിഡന്റ് ഷിഫാസ് നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. ഇന്ത്യ US സ്വതന്ത്ര വ്യാപാര കരാർ ബഹിഷ്കരിക്കുക. കർഷക സംഘം ചെർപ്പുളശ്ശേരിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ടൗണിലൂടെ നടത്തിയ പ്രതിഷേധത്തിന് ശേഷം നരേന്ദ്രമോദിയുടെയും ട്രംപിന്റെയും കോലം കത്തിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്തു നടന്ന സമരം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് KP സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. സാമ്രാജ്യത്വ അനുകൂല നയങ്ങൾ നടപ്പിലാക്കാനും
ശാഠ്യം പിടിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത്. അവരുടെ തെറ്റായ നയങ്ങൾ മൂലം ഈ രാജ്യത്ത് കൃഷിക്കാർ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു വർഷക്കാലമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 27 കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്നത് നമുക്കിപ്പോൾ ഓർമ്മിക്കാൻ കഴിയും. എന്നാൽ ഇന്ത്യയിലെ കൃഷിക്കാർ അവരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തി നടത്തുന്ന ഇത്തരം പ്രക്ഷോഭ സമരങ്ങളെ ആദ്യഘട്ടത്തിൽ കണ്ടില്ല എന്ന് നടിക്കുകയും ഒരു നിവൃത്തിയുമില്ലാത്ത ഘട്ടത്തിൽ ചർച്ചയ്ക്ക് സന്നദ്ധമായി ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കുകയും ചെയ്താലും ആ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ കേന്ദ്ര സർക്കാർ പാലിക്കുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല എന്നതാണ് ഇന്നത്തെ അവസ്ഥ. നേതാക്കളായ ദേവദാസ്, NK രാജൻ, KK നാരായണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് BJP ഓഫീസിന് മുന്നിൽ നരേന്ദ്രമോദിയുടെയും ട്രംപിന്റെയും കോലം കത്തിച്ച് പ്രതിഷേധം. കേരള കർഷക സംഘം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോലം കത്തിച്ച് പ്രതിഷേധിച്ചത്. കർഷകരെ രക്ഷിക്കുക, കൃഷിയെ രക്ഷിക്കുക, ഇന്ത്യ-US സ്വതന്ത്ര വ്യാപാര കരാർ ബഹിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത്. CCN മണ്ണാർക്കാട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളെ പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ചെർപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് അക്ബർ അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ആ രാഹുൽ ഗാന്ധിയെ ചവിട്ടാനും ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടാനും ആർ എസ് എസിന്റെ നെയിം ബോർഡില്ലാത്ത ഗുണ്ടകളും ചെറ്റകളും ഡൽഹി പോലീസിന്റെ നരേന്ദ്രമോദിയുടെ BJPയുടെ അതുപോലെ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം വന്നുവെങ്കിൽ ഒരു കാര്യം പറയുന്നു, ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവിന്റെ ആ ചോര പൊടിച്ച പോലീസുകാരോട് ഞങ്ങളൊരു കാര്യം പറയുന്നു, നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും അവസാനം പടിയടച്ച് പിണ്ടം വെക്കുന്ന വെറും ദിവസങ്ങളാണ് ഡൽഹിയിൽ അരങ്ങേറുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ MP-മാരുടെ നേതൃത്വത്തിൽ ആർ എസ് എസിന്റെ BJPയുടെ ഈ ഒരു ജനദ്രോഹ നടപടികൾക്കെതിരെ വിദ്യാർത്ഥികളെ വഞ്ചിച്ച, വിദ്യാർത്ഥികളുടെ ആ ഒരു പഠിപ്പിന് വിദ്യാർത്ഥികളുടെ അതിന് പുല്ലുവല കൽപ്പിച്ച ആ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം വരും ദിവസങ്ങളിൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രം പറഞ്ഞു. മണ്ഡലം വൈസ് പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി ലീഡർ KM ഇസ്ഹാഖ്, VG ദീപേഷ്, P സുബീഷ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. മലപ്പുറം പ്രസ് ക്ലബ്ബ് നടത്തിയ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജേർണലിസത്തിന്റെ സാധ്യതകളും വലുതാണ്, വെല്ലുവിളികളും വലുതാണ്. രംഗത്തേക്ക് നിങ്ങൾക്ക് 6 മാസത്തെ കോഴ്സ് ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് എല്ലാ മേഖലയിലും എല്ലാവരും കടന്നു വരുന്ന കാലഘട്ടമാണ്. ജേർണലിസത്തിൽ നമുക്കിന്ന് ധാരാളം കുട്ടികൾ, ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് ഈ രംഗത്ത് കടന്നു വരുന്നു.
സാധ്യതകളിൽ നിന്ന് നമ്മൾ കൂടി വരുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള വെല്ലുവിളികളും നമുക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 6 മാസം കിട്ടിയ കോഴ്സ് എൻ്റെ അടുത്ത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ പറഞ്ഞ 6 മാസം ജേർണലിസം കോഴ്സും ബാക്കി വരുന്ന 6 മാസം ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുമാണ് നിങ്ങൾ പഠിച്ചതെന്ന് പറഞ്ഞു. രണ്ടും നിങ്ങൾക്ക് ഇതിന് ഗുണകരമാകുന്ന ഒന്നാണ്. ഇവിടെ ആയിഷ സൂചിപ്പിച്ച പോലെ മാറുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഇന്ന് ഡിജിറ്റൽ രംഗത്തുള്ള ആരോഗ്യ മാധ്യമ പ്രവർത്തകർക്ക് അനിവാര്യമാണ്. കുറ്റാളൂർ മലബാർ കോളേജ് ഓഫ് സയൻസ് ആൻഡ് സ്കിൽ സ്ഥാപനവുമായി സഹകരിച്ച് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കാണ് മന്ത്രി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. മന്ത്രി കെ.എ. തുളസിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി നിയമിതനായ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ക്രെഡൻഷ്യൽ കമ്മിറ്റി കൺവീനറുമായ വി. അജയ്കുമാറിനുള്ള മലപ്പുറം പ്രസ് ക്ലബിന്റെ ഉപഹാരവും മന്ത്രി കൈമാറി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ്. മഹേഷ് കുമാർ അധ്യക്ഷനായി. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് വി. എം. സുബൈർ, മാധ്യമപ്രവർത്തകരായ വിമൽ കോട്ടക്കൽ, ഷാബിൽ ബഷീർ, കോളേജ് പ്രിൻസിപ്പാൾ കെ. അബൂബക്കർ സിദ്ദിഖ്, കോഴ്സ് കോർഡിനേറ്റർ എൻ. സാദിഖ് എന്നിവർ സംസാരിച്ചു. മലപ്പുറം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വി. പി. നിസാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഗീതു തമ്പി നന്ദിയും പറഞ്ഞു. ജിൻസിയ നസ്രി, ജുമാന ഹസി, ലുബ്ന, ഷഹന ഫിദർ, CCN മലപ്പുറം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AP ഉണ്ണികൃഷ്ണൻ അനുസ്മരണവും സെമിനാറും 25-ന് വേങ്ങര കൂരിയാട് നടക്കും. ചടങ്ങിൽ AP ഉണ്ണികൃഷ്ണൻ ഓർമ്മ പുസ്തകം സാദിഖലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന AP ഉണ്ണികൃഷ്ണൻ ഓർമ്മയായിട്ട് 2 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ സർവീസിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി മുസ്ലിം ദളിത് സമകാലിക ഇന്ത്യ എന്ന ശീർഷകത്തിൽ നടക്കുന്ന സെമിനാറിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസാരിക്കും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സെമിനാർ പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന അനുസ്മരണം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 3-ന് നടക്കുന്ന ചടങ്ങിൽ സാദിഖലി ശിഹാബ് തങ്ങൾ പുസ്തക പ്രകാശനം നിർവഹിക്കും. ജാർഖണ്ഡ് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ഹാഫിസുൽ ഹസൻ മുഖ്യാതിഥിയായിരിക്കും. പ്രത്യേകിച്ച് പദസ്ഥിത പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ്. ഞങ്ങളുടെ നേതാക്കന്മാർക്കൊക്കെ കൊടുക്കുന്ന ഒരു പരിവേഷം ഞങ്ങൾ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മരണശേഷവും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുക. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മകൾ മത്സരിച്ചതിനെ വൈസ് പ്രസിഡന്റായി. അങ്ങനെ സംസ്ഥാനത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ഞങ്ങളുടെ നേതാവ് KP രാമന് ശേഷം ഞങ്ങളുടെ സംഘടനയ്ക്ക് വലിയ തോതിൽ നേതൃത്വം കൊടുത്തിരുന്ന ആളാണ്. പ്രത്യേകിച്ച് ദളിതർക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആളാണ്. എല്ലാ പാർട്ടി പരിപാടിയിലും വളരെ സജീവമായി പങ്കെടുത്തിരുന്ന ലക്ഷ അകാലത്തിലാണ് നമ്മളെ വിളിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു നല്ല അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു ഓർമ്മ പുസ്തകം സെസ് ഈ പരിപാടി ഏറ്റെടുത്തപ്പോൾ ഞങ്ങളൊക്കെ പിന്തുണതിന് കൊടുത്തു. എല്ലാ നേതാക്കന്മാരുടെയും നല്ല നല്ല ശ്രദ്ധേയമായ ലേഖനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പുസ്തകം ഈ 25-ാം തീയതി ശനിയാഴ്ച പുറത്തിറക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളാണ് അതിന്റെ പ്രകാശനം നടത്തുന്നത്.
പിന്നെ ഞങ്ങളുടെ എല്ലാ മന്ത്രിമാരും ദേശീയ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി വ്യവസായ മന്ത്രി അടക്കമുള്ള മന്ത്രിമാരും പാർട്ടി നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു നല്ല ചടങ്ങാണ്. TTM ബഷീർ പുസ്തകം പരിചയപ്പെടുത്തും. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ, P. ഉബൈദുള്ള, പുള്ളാട്ട് ഷംസു, അമീർ ഊരകം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ കാട്ടുപന്നി ചാടി ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കസനാട്ടുകര പാലോടാണ് സംഭവം. ആറാട്ടുതൊടി പൊത്തുരത്ത് വീട്ടിൽ രാമകൃഷ്ണനാണ് പരിക്കേറ്റത്. ദേശീയപാത പാലോട്ടുള്ള ഓട്ടോ പാർക്കിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പെട്ടെന്ന് പന്നി കുറുകെ ചാടിയതോടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡരികിലേക്ക് മറിയുകയായിരുന്നു. ഓട്ടോയുടെ അടിയിൽപ്പെട്ട രാമകൃഷ്ണനെ അതുവഴി വന്ന യാത്രക്കാരാണ് പുറത്തെടുത്തത്. അപകടത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു. രാമകൃഷ്ണന്റെ വാരിയലിന് പൊട്ടലുണ്ട്. കൈകാലുകൾക്ക് പരിക്കേറ്റ രാമകൃഷ്ണന് തലയ്ക്ക് 14 തുന്നലുകളുണ്ട്. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്തു വെച്ച് രാവിലെ മദ്രസയിലേക്ക് പോകുകയായിരുന്ന മദ്രസ അധ്യാപകന്റെ ബൈക്കിന് കുറുകെയും പന്നി ചാടി അപകടമുണ്ടായിരുന്നു. CCN ചത്തല്ലൂർ. പെരിന്തൽമണ്ണയുടെ ഫാഷൻ വിസ്മയമായ അറ്റ്ലസ് ഫാഷൻ പുതിയ മാറ്റങ്ങളോടെയും കൂടുതൽ വിശാലമായ ഷോപ്പിംഗ് അനുഭവത്തോടെയും വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ 25 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നജീബ് കാന്തപുരം MLA നിർവഹിക്കും. ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ മാളവിക മേനോൻ, അതിഥി രവി എന്നിവർക്കൊപ്പം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ് എന്നിവരും വിശിഷ്ട അതിഥികളായി സംബന്ധിക്കും. കാലത്തിനൊത്തുമാറുന്ന ട്രെൻഡുകളും ഉപഭോക്താക്കളുടെ അഭിരുചികളും പൂർണ്ണമായും ഉൾക്കൊണ്ടാണ് ഷോറൂം പുനഃക്രമീകരിച്ചിരിക്കുന്നതെന്ന് അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ VA റിയാസ് പറഞ്ഞു. 100% ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് കുടുംബത്തിലെ എല്ലാവർക്കുമായുള്ള ട്രെൻഡി വസ്ത്രങ്ങൾ 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ആകർഷകമായ നിരക്കിൽ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാർ പറഞ്ഞ പോലെ 3.5 വർഷം മുമ്പാണ് നമ്മൾ അറ്റ്ലസ് ഫാഷൻ പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ട് വരുന്നത്. വളരെ വലിയ സ്വീകാര്യതയാണ് നമുക്കന്ന് പെരിന്തൽമണ്ണയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാലും കാലത്തിനൊത്ത് ബിസിനസ്സുകൾ എപ്പോഴും മാറേണ്ടതുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്ന് റിനോവേറ്റ് ചെയ്ത് റീലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വരുന്ന ശനിയാഴ്ച രാവിലെ 25-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മുടെ പ്രിയങ്കരനായ MLA നജീബ് കാന്തപുരമാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതോടൊപ്പം ആ അവസരത്തിൽ ചലച്ചിത്ര താരങ്ങളായിട്ടുള്ള മാളവിക മേനോനും അതിഥി രവിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന ആളുകൾക്ക് ഒരു നറുക്കെടുപ്പ് നടത്തിക്കൊണ്ട് നറുക്കെടുപ്പിലൂടെ 2 പേർക്ക് 500,000 രൂപ വീതം 1,00,000 രൂപ സ്പോട്ടിൽ തന്നെ നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം പർച്ചേസ് ചെയ്യാനെത്തുന്ന ഒരു 100 പേർക്ക് നമ്മളൊരു ബ്രാൻഡഡ് ഷർട്ട് ഓരോരുത്തർക്കും 100 പേർക്ക് 19 രൂപ എന്നുള്ള നിരക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് 25-ാം തീയതി മുതൽ 28-ാം തീയതി വരെ 4 ദിവസം അടുപ്പിച്ച് 1000 രൂപ മുതൽ 5000 രൂപ വരെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രഷർ കുക്കറുകൾ, അതുപോലെ തന്നെ ഇംപെക്സിന്റെ കെറ്റിലുകൾ, വലിയ ട്രക്കിംഗ് ബാഗുകൾ, ഫുഡ് കണ്ടെയ്നേഴ്സ് എന്നിവ നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ വിലവർദ്ധനവിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 19 മുതൽ 999 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിനകത്ത് തന്നെയാണ് വസ്ത്രങ്ങൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബ്രാൻഡിന്റെ ഒരു ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത് ട്രെൻഡി ഫാഷനബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ 100% ക്വാളിറ്റി ഉറപ്പുവരുത്തി ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് എന്നും എത്തിക്കാനുള്ള ലക്ഷ്യത്തിലാണ് അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്രാൻഡ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന സമയത്ത് ഷോറൂമിന് മുന്നിൽ എത്തുന്നവരിൽ നിന്ന് നറുക്കെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് 50,000 രൂപ വീതം സമ്മാനമായി നൽകും. ആദ്യം പർച്ചേസ് ചെയ്യുന്ന 100 ഉപഭോക്താക്കൾക്ക് 19 രൂപയ്ക്ക് ബ്രാൻഡഡ് ഷർട്ട് സ്വന്തമാക്കാം. ഇതിനു പുറമെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി പ്രത്യേക ഓഫറുകളും മറ്റു സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർക്ക് വിട ചൊല്ലി ആയിരങ്ങൾ. തിരൂർക്കാട് അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിനു ശേഷം സമാപന പ്രാർത്ഥനയ്ക്ക് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി.
മണ്ണാർക്കാട് ജുമാ മസ്ജിദിൽ ജനാസ നമസ്കാരത്തിന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകി. തുടർന്ന് പഴയ പള്ളിയോട് ചേർന്ന് അന്ത്യവിശ്രമം. രാത്രി മുഴുവൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങളാണ് പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജിലേക്ക് എത്തിയത്. 70 തവണ ജനാസ നമസ്കാരങ്ങൾ നടന്നു. മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ, PK ബഷീർ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ, കോഴിക്കോട് വലിയ ഖാസി മുഹമ്മദ് കോയ, ജമുല്ലൈലി തങ്ങൾ അടക്കമുള്ളവർ വിട നൽകാനെത്തിയിരുന്നു. CCN മലപ്പുറം. കോട്ടയ്ക്കൽ ടൗണിൽ പ്രവർത്തിക്കുന്ന വെള്ളി ആഭരണശാലയിൽ തീപിടുത്തം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. സ്ഥാപനത്തിലെ ഇൻവെർട്ടർ റൂമിൽ നിന്നാണ് തീ പടർന്നത്. മുറിക്കുള്ളിൽ നിന്ന് ശക്തമായ തീയും പുകയും ഉയർന്നതോടെ ജീവനക്കാർ ഉടൻ തന്നെ പുറത്തേക്കോടി രക്ഷപ്പെടുകയും മലപ്പുറം ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞ് മലപ്പുറത്ത് നിന്ന് 2 യൂണിറ്റ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. സമീപത്തെ മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. CCN മലപ്പുറം. വീട്ടുമുറ്റത്ത് അനധികൃതമായി വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനിടെ യുവതി അഗളി എക്സൈസിന്റെ പിടിയിലായി. അട്ടപ്പാടി പാടവയൽ ഉന്നതിയിൽ താമസിക്കുന്ന വസന്തയാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തണ്ടർ പരിശോധനയുടെ ഭാഗമായി എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇഖ്ലാസ് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ വീട്ടിൽ നിന്ന് മദ്യശേഖരവും കണ്ടെടുത്തു. സംഭവത്തിൽ അബ്കാരി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരിയിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ മാറ്റമില്ല. നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ. വെള്ളിയാഴ്ച ചേർന്ന യോഗത്തിലാണ് വൈസ് ചെയർമാൻ C ജയകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കിയത്. ആർക്കൊക്കെയോ വേണ്ടിയുള്ള ഈ തീരുമാനത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന് പ്രതിപക്ഷം. പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർക്ക് വിട ചൊല്ലി ആയിരങ്ങൾ. തിരൂർക്കാട് അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിനു ശേഷം സമാപന പ്രാർത്ഥനയ്ക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് SFI ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക വിദ്യാർത്ഥി വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ഏരിയയിൽ പഠിപ്പ് മുടക്ക് സമരം പൂർണ്ണം. ഏരിയയിലെ വിവിധ സ്കൂളുകളിലും ക്യാമ്പസുകളിലും സമരത്തിന്റെ ഭാഗമായി പ്രകടനങ്ങൾ നടന്നു. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ കാട്ടുപന്നി ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കച്ചനാട്ടുകര പാലോടാണ് സംഭവം. ആറാട്ടുതൊടി പൊത്തിരത്ത് വീട്ടിൽ രാമകൃഷ്ണനാണ് പരിക്കേറ്റത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.